ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റി ഹവർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും അതേപോലെ ബനാന സ്റ്റിക്കിൻ്റെയും പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൊറാട്ടയുടെ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ തേങ്ങ ഇടാൻ വന്നിട്ടുണ്ട്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, മുറ്റൊക്കെ ആകെ വൃത്തികേടാകും. പിന്നെ അതൊക്കെ നേരാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. റമദാൻ മാസം ആയാൽ ഏറ്റവും വലിയ റിസ്ക് ഉള്ളൊരു പണിയെന്ന് പറഞ്ഞാൽ മുറ്റടിച്ച് വരലാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കുള്ള പണി തന്നെയാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ അത്താഴത്തിന് എണീറ്റിട്ട് പിന്നെ നിസ്കാരവും ഖുർആനും ഓത്തും ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേന് തന്നെ ഒരു 6 മണിയാവും. പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് മുറ്റത്തൊക്കെ നിറയെ വെയിലായിരിക്കും. പിന്നെ മടിയാണ് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റമൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട്. ആഗ്രഹം ഉണ്ടാവും, പക്ഷേ വെയിൽ കാരണം നമ്മൾ പിന്നെ ആ പണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല ടയേർഡാവും എന്ന് കരുതിയിട്ട് ഈ നോമ്പ് കാലത്ത് മുറ്റടിക്കലൊരു വലിയ ടാസ്ക് തന്നെയാണ്. ഇന്നിപ്പോൾ ഒരു രക്ഷയില്ല, തേങ്ങ ഇട്ടത് കാരണം മുറ്റടിക്കൽ നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ പൊറുക്കി തേങ്ങാക്കൂട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് മുറ്റമൊക്കെ ക്ലീൻ ചെയ്തു. ആ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം നല്ല ടൈമായിട്ടുണ്ട്. പിന്നെ കിച്ചണിലെ പരിപാടി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ബീഫ് കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു 4 ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചപ്പ് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് പച്ചമുളക്, പിന്നെ മല്ലിയില, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതും കൂടെ ചേർക്കണം. ബീഫും അതേപോലെ പൊട്ടാറ്റോയും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബീഫ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ബ്രെഡിൻ്റെ സൈഡ് ഭാഗങ്ങളാണ് കേട്ടോ ബ്രെഡ് ക്രംസിനായിട്ട് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. പൊട്ടാറ്റോ ഇതാ നല്ല വെന്ത് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബീഫ് ഇതാ പിന്നെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വല്യുള്ളി നന്നായിട്ട് വാടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാണ്. ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് അതും ചേർത്തെടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ, ഒരു 2-3-4 ക്യാരറ്റും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇത് ഏകദേശം എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്തെടുക്കുക, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ആഡ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് റൗണ്ട് ഷേപ്പിലൊന്ന് ചൂടാറിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. മുട്ടയില്ലാത്തതുകൊണ്ട് മൈദയിലാട്ടോ ചെയ്യുന്നത്. ഒരു ഇളം ചൂടുവെള്ളം കുറച്ച് ഉപ്പും ചേർത്തുകൊണ്ട് ഒരു ബാറ്ററാക്കിയിട്ട് എടുക്കുക. ടൈല് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലിട്ടുകൊണ്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മൈദ കൊണ്ട് ബാറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്, മുട്ടയില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് എല്ലാം ചൂടുവെള്ളം ചേർത്തൊന്ന് ഈ ഒരു പരുവത്തിലാക്കി എടുത്തേക്കാണ്. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ബോൾസുകളാക്കിയിട്ട് എടുക്കുക. അത് ജസ്റ്റ് ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊന്ന് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക. ഇത് ഓരോന്നും ഈ മൈദിൻ്റെ ബാറ്റർ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട്, മുട്ടന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഈ മൈദൻ്റെ ബാറ്റർ ഉണ്ടാക്കി ചെയ്താലും മതി. മുട്ട ഉണ്ടെങ്കിൽ
മുട്ട ഉപയോഗിക്കാം. അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇതാണ്. മൈദ ആയതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കയ്യിലെ വെള്ളമൊക്കെ തുടച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. കൈ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബ്രെഡ് ക്രംസിൻ്റെ പൊടിയൊക്കെ നമ്മൾ കയ്യിലങ്ങോട്ട് ഒട്ടി പിടിക്കും. എളുപ്പമാണ് കേട്ടോ. മസാലയൊക്കെ റെഡിയാക്കിയാൽ വലിയൊരു പ്രയാസമൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കാൻ അറിയാത്തവർ കുപ്പിൻ്റെ അടപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകാണ്ട് അതിൽ കുറച്ച് എണ്ണ പറ്റിക്കാണ്ട് കൈക്കൊന്ന് ഫില്ല് ചെയ്തുകാണ്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കൊട്ടിയെടുത്താൽ മതി. അങ്ങനെ ആക്കിയാലും എളുപ്പമുണ്ട് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പൊരിച്ചെടുക്കണം വേണ്ടത്. ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ ഇത് പൊരിച്ചെടുക്കട്ടെ. കട്ട്ലേറ്റ് നല്ല ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. നല്ലോണം ഡീപ്പ് ഫ്രൈ ആയിട്ട് മറിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവുക ചെയ്യും. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ഭാഗം വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ നല്ലോണം ഫ്രൈ ആയാൽ കട്ട്ലേറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട്. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്, എണ്ണയിൽ നിന്ന് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പഴം പിന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പഴം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ചൊരു മൈദമാവ് ബാക്കി ഉണ്ടായതുകൊണ്ട് അതിലേക്ക് ഇതാ നേന്ത്രപ്പഴം ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ മാവിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ ബ്രെഡ് ക്രംസിൽ ഈ ഒരു പഴം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് പിന്നെ എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും മൈദയും ഒക്കെ അവിടെ ഈ ഒരു ഇതിമ പഴത്തുമ്പോൾ ചിലവായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെറിയൊരു സ്നാക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് പൊറാട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂൺ പഞ്ചസാര, നോർമൽ വാട്ടർ ഇത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഉരുളകളാക്കിയിട്ട് എടുക്കുക. അത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ജസ്റ്റ് ഒരു കത്തി കൊണ്ട് ഇതാ സെൻറ്ററിലൊന്ന് വരഞ്ഞെടുത്തിട്ട് ഇതുപോലൊരു ഐസ്ക്രീമിൻ്റെ കോണ് പോലൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉള്ളിലേക്ക്. അപ്പോൾ പൊറാട്ടൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കണ്ടിട്ട് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ള പൊറാട്ടയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ലൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 നാരങ്ങ, ചെറിയ നാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്തെടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ലൈം ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ക്യാരറ്റ് ചെറുതായി മുറിച്ചിട്ട്
അതിലേക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം. കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആ ജ്യൂസ് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. അത് ഈ ലൈം ജ്യൂസിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ലൈം ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ബാങ്കൊക്കെ കൊടുത്ത് നോമ്പറക്കാൻ സമയമായിട്ടുണ്ട്. റെസിപ്പികളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.